ഗൈസ്, മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫ് ആണ്. അത്തരത്തിൽ ഡാൻഡ്രഫ് മാറ്റുന്നതിന് വേണ്ടിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഹെയർ പാക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് താരനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. കുറേ പേർക്ക് എനിക്ക് DM-ൽ ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്, താരന് എന്തെങ്കിലും റെമഡീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആക്ച്വലി താരൻ എന്ന് പറയുന്നത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. വയറ് കഴുകുക എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ താരന്മാർ ഡോക്ടർ വീഡിയോ കണ്ടിട്ടാണ്. അത് എത്രത്തോളം പോസിബിൾ ആണ് അല്ലെങ്കിൽ അത് എത്രത്തോളം നല്ലതാണെന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി അറിയില്ല. കാരണം എനിക്കറിയാമെന്നുള്ള ആരും അങ്ങനെ ചെയ്തിട്ടൊന്നും നല്ലതുപോലെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇല്ല. അതാണ് സത്യം. എനിക്കറിയില്ല. അപ്പം ഇഫ് പോസിബിൾ ആണോ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ എന്തായാലും അന്വേഷിച്ച് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തു നോക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്കങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാരണം എനിക്കറിയാവുന്നുള്ള ആരും അങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ആരും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഡോക്ടറെ കാണിച്ച സമയത്തും ഡോക്ടർക്കും അതിനെപ്പറ്റി ഒരു അറിവും ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. അതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് ആ ഡോക്ടർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഫ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത്. ഓക്കെ, അപ്പോൾ താരൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞുതരുന്ന ഒരു പാക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ താരം മാറ്റാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു 10 കാര്യങ്ങൾ അധികം നമ്മൾ താരനൊന്നും വരാതിരിക്കാനത് ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. വളരെ കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ. അത് താരൻ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. വീഡിയോസിൻ്റെ ഇടയിലായിരിക്കും ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അതുപോലെ താരനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ടിരിക്കും. കാരണം കുറച്ച് ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. ഉലുവ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഒരുപാട് അങ്ങ് വാരി തേക്കണം. കുറച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം. സ്കാൽപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പറയാനുള്ളത്, ഉലുവ അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് ഈ ഉലുവ ചിലവർക്ക് അലർജി ആയിട്ടുള്ളവരുണ്ട്, ചിലർക്ക് ഈ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ ഉലുവ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉലുവയ്ക്ക് ആ ഒരു സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്, സ്മെല്ലില്ല. അതുപോലെ തന്നെ ഉലുവ അലർജി ഉള്ളവർക്കും വളരെ നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതും കൂടി എടുത്ത് പറയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഉലുവയെന്നല്ല, പിന്നെ നിങ്ങൾക്ക് താരം ഇനി വരാതിരിക്കാൻ ശ്രദ്ധിക്കാനുള്ള കാര്യം വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലും കൂടെ പറഞ്ഞ ഒരു വലിയ ലെങ്ത് ആക്കുന്നില്ല വീഡിയോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഉലുവയാണ്. ഉലുവ രാവിലെ സോക്ക് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് രാത്രിയല്ല വൈകിട്ടൊക്കെ ആവുന്ന സമയത്ത് നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ 2 സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓവറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാടാക്കി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനമല്ല ഉലുവ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചെടുത്താൽ മതി. ഞാനിവിടെ 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ രാവിലെ വെക്കുന്ന സമയത്ത് വൈകിട്ട് നമുക്ക് സോക്ക് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി നമ്മൾ എടുക്കുന്ന 4 സ്പൂൺ തൈരാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ എടുക്കുന്ന നാടൻ തൈരാണ്. അതുകൊണ്ട് തന്നെ നല്ല പുളിയുണ്ട് അതിന്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 4 സ്പൂൺ എടുക്കുന്നത്. നിങ്ങളുടേത് ഇപ്പോൾ നാടൻ അല്ലാത്ത തൈരാണ്, നിങ്ങൾക്ക് പാക്കറ്റിലൊക്കെ കിട്ടുന്നത് പുളി കുറവുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 5 സ്പൂൺ എടുക്കേണ്ടതാണ്. 5 സ്പൂൺ ഇതുപോലത്തെ 5 സ്പൂൺ എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് 1 കപ്പ് വെള്ളമാണ്. കറക്റ്റ് 1 കപ്പ് വെള്ളം. ഇപ്പം നിങ്ങൾ 5 സ്പൂണ് തൈര് എടുത്താലും നിങ്ങൾക്ക് 1 കപ്പ് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറുകി കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓവറാക്കി ചളമാക്കരുത്. ഓക്കെ, അപ്പം നമ്മളിവിടെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടി പിടിക്കാനുള്ള സാധ്യത ഇടയ്ക്കിടയ്ക്കൊക്കെ വെച്ച്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നോർമലായിട്ട് ഈ സംഭാരങ്ങൾ ഉണ്ടാക്കാറില്ലേ, സംഭാരം, അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതുപോലെ തന്നെ വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ആ ഉലുവ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നല്ല മഷി പോലെ ഗ്രൈൻഡ് ചെയ്ത് തന്നെ എടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് 4 സ്പൂൺ, നല്ല കറക്റ്റ് 4 സ്പൂൺ, നല്ല കട്ടിക്കാണ് എടുക്കുന്ന 4 സ്പൂൺ, ചെറുതായിട്ടല്ല 4 സ്പൂൺ എടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, മിക്സ് ചെയ്തെടുക്കുക
ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, ഉടച്ചെടുക്കണം. നമുക്കറിയാമല്ലോ ഉലുവ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കട്ടിയായിട്ടിരിക്കാൻ പാടില്ല, നല്ല ലൂസായിട്ടിരിക്കണം. നമുക്കൊരു ജെല്ലി പോലെ കിട്ടുന്ന രീതിയിൽ വേണം ഇത് നല്ല മിക്സ് ചെയ്തെടുക്കാൻ. നിങ്ങൾ എൻ്റെ മുടി കൊഴിച്ചിലിന് ഏറ്റവും കൂടുതൽ റീസൺ ആയിരുന്ന കാര്യമായിരുന്നു ഡാൻഡ്രഫ്. അതുപോലെ തന്നെ മുടി വളർച്ച എനിക്ക് മുരടിച്ചു പോയി. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റെപ്പ് കട്ട് വെട്ടിയ സമയത്ത് എനിക്ക് മുടി ഒട്ടും വളരുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ഡാൻഡ്രഫ് ആയിരുന്നു മെയിൻ ആയിട്ടുള്ള റീസൺ. അപ്പോൾ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ആണ് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് തടയുന്നതിനുള്ള റീസൺ, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഫസ്റ്റിൽ നിങ്ങൾ ഹെയർ ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹമുള്ളൊരു ഡാൻഡ്രഫാണ് ആദ്യം മാറ്റാനുള്ളത്. നമ്മളിതിവിടെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിം, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിതിനെ കുറുക്കിയെടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തണുത്ത വെള്ളത്തിൻ്റെ മണ്ടയിലാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ കാര്യം വെക്കണം. നിങ്ങൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഹെയറിൽ അപ്ലൈ ചെയ്യാവൂ. ചൂടോട് കൂടി അപ്ലൈ ചെയ്ത് മീഡിയം ചൂടാണെങ്കിൽ പോലും പറ്റരുത്. നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രം ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സ്കാൽപ്പിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പേഴ്സണലി എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുന്നതല്ല. എനിക്ക് ഓയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ മുടി കൊഴിച്ചിലൊന്നും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ആയിരുന്നാലും ഫസ്റ്റ് ടൈം ഇത് അപ്ലൈ ചെയ്യുന്നവർ, ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യുന്നവർ എന്തായാലും ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാമ്പു വെച്ച് വാഷ് ചെയ്ത് കളയാം. വളരെ വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിക്കുക. കണ്ടീഷണർ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് കഴുകി കളയുക. ഷാമ്പു കണ്ടീഷണർ ഉപയോഗിച്ചില്ലെങ്കിലും ഒരു തരത്തിലും പ്രശ്നം വരില്ല. കാരണം ഉലുവയുടെ തരത്തിലുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലില്ല. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. ഹലോ ഗായ്സ്, അപ്പോൾ പാക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ അല്ലേ, 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണല്ലേ നമ്മൾ ആ പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഉലുവയുടെ സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നല്ലപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നല്ലപോലെ യൂസ്ഫുൾ ആവുന്നതുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.